പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ന് UN സുരക്ഷാ സമിതി യോഗത്തിൽ ഈ വിഷയം ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാകിസ്ഥാനെതിരെ നയതന്ത്ര നടപടികൾ ഭാരതം കടുപ്പിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് സുരക്ഷാ സമിതി യോഗം ചേരുന്നതും. ഭീകരതയെ എല്ലാ അർത്ഥത്തിലും എതിർക്കുന്നുവെന്ന് സുരക്ഷാ സമിതി പ്രമേയം പാസാക്കിയ സാഹചര്യം കൂടിയുണ്ട്. ഭീകരതയെ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് UNSC അധ്യക്ഷൻ ഇവാഞ്ചലോസ് സെക്രിയസ് പറഞ്ഞിരുന്നു. അതേസമയം ഭാരതത്തിന്റെ തിരിച്ചടികൾ ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. ഐസൻ, ലോകരാജ്യങ്ങളുടെ ഒക്കെ പിന്തുണ ഭാരതത്തിനാണ് ഈ വിഷയത്തിൽ എന്നിരിക്കെ പാകിസ്ഥാന്റെ നീക്കം അത് വീണ്ടും ഇപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ റഷ്യയുടെ സഹായം തേടുന്നു. ഒരു വശത്ത് UN-നെ സമീപിക്കുന്നു, മറ്റൊരു വശത്ത് നെ സമീപിക്കുന്നു എന്ന് പറയുമ്പോൾ റഷ്യയുടെ സഹായം തേടുന്നതും UN സുരക്ഷാ കൗൺസിലിലെ തങ്ങളുടെ വാദം കുറെ കൂടി ഫലപ്രദമായി ഉന്നയിക്കുക എന്നൊരു ലക്ഷ്യമാണ് പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ UN സെക്യൂരിറ്റി കൗൺസിലിൽ ഉണ്ടായിരിക്കുന്ന നിലപാട് വളരെ കൃത്യമാണ്. നമുക്കറിയാവുന്നതാണ്, ഈ ഭീകരാക്രമണം നടന്ന് 2 ദിവസത്തിന് ശേഷം UN സെക്യൂരിറ്റി കൗൺസിൽ ഇത് സംബന്ധിച്ച് പ്രമേയം പാസ്സാക്കിയിരുന്നു. ഈ പ്രമേയത്തിൽ ഭീകരതയെ നഖശിഖാന്തം എതിർക്കുന്നു എന്ന കൃത്യമായ നിലപാട് UN സെക്യൂരിറ്റി കൗൺസിൽ അറിയിക്കുന്നുണ്ട്. അത് ലോകത്തിൻ്റെ സുരക്ഷയ്ക്കും രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ സമാധാനത്തിനും പ്രതികൂലമായി ഭവിക്കുന്ന ഘടകങ്ങളാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. നേരത്തെ നമുക്കറിയാം, ആ കാര്യത്തിൽ ആ പ്രമേയത്തിൽ ചില ലഘൂകരിച്ച രീതിയിൽ ഭാഷ പ്രയോഗിക്കുന്നതിനുള്ള നീക്കങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ നടത്തുകയുണ്ടായി. ചൈന അതിനെ പിന്തുണച്ചു എന്ന യാഥാർത്ഥ്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി UN സെക്യൂരിറ്റി കൗൺസിൽ അന്തിമമായി എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ഭീകരതയെ അപലപിക്കുകയും ഭീകരത അപലപിക്കപ്പെടേണ്ടതുണ്ട് എന്ന കൃത്യമായ നിലപാട് എടുക്കുകയും അതുപോലെ തന്നെ ഈ ആക്രമണം നടത്തിയ ആ ഒരു ഭീകരാക്രമണം ലോകത്തിന് തന്നെ, അത് മാനവരാശിക്ക് തന്നെ ഏത് തരത്തിലുള്ള ഭീകരാക്രമണവും മാനവരാശിക്ക് ദോഷം ചെയ്യുന്നൊരു സംഭവമാണ് എന്ന് വളരെ കൃത്യമായൊരു നിലപാട് UN സെക്യൂരിറ്റി കൗൺസിൽ സ്വീകരിച്ചതിന് പിന്നാലെയാണ് വീണ്ടും ഇന്ന് ഈ പ്രത്യേകമായി ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ആ പശ്ചാത്തലം ഏറെ മാറിയിരിക്കുന്നു. ഏപ്രിൽ 22-ന് ആക്രമണം നടന്ന് 2 ദിവസത്തിന് മൂന്നാം ദിവസം UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രമേയം വന്നതിന് ശേഷം നിരവധിയായ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അത് നമുക്കറിയാവുന്നതാണ്. ഇന്ന് ഈ വെള്ളം തടയുന്നത് സംബന്ധിച്ച് തീരുമാനമുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ നയതന്ത്ര തലത്തിൽ ശക്തമായ തിരിച്ചടി കൂടി ഭാരതം നടത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേരുന്നത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. ശരി.